പപ്പയോട് എനിക്ക് പറയാനുള്ളത്, പണ്ട് പപ്പയുടെ ഒരു ഡയറിയിൽ ഞാൻ വായിച്ചതാണ്. അവധി കഴിഞ്ഞ് സെമിനാരിയിലേക്ക് തിരിച്ചു പോകുന്ന ഇളയവന് ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഈ തിരുവസ്ത്രം, ഈ രാജകീയ വസ്ത്രം ഇവിടെ ധരിച്ചു നിൽക്കുമ്പോൾ പപ്പയ്ക്ക് സന്തോഷിക്കാം. പപ്പയുടെ ആഗ്രഹത്തെ കൂട്ടുപിടിച്ച നല്ല ദൈവത്തെ ഓർത്ത്. മമ്മി ചെറുപ്പം മുതൽ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. വീട്ടിലെല്ലാവരോടും മമ്മി അത് പറയുകയും ചെയ്യുന്നതാണ്. അൾത്താരയിൽ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഒരു സ്വർണ്ണ വസ്ത്രധാരിയായ ഒരാളെ കാണുമെന്ന്. എനിക്ക് തോന്നുന്നു മമ്മി ഇനി ആ സ്വപ്നം കാണുകയില്ല. കാരണം അതിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അരുണിന് ഞാൻ നന്ദി പറയുന്നു. സെമിനാരിയിൽ ചേർന്നപ്പോൾ മുതൽ നീ എന്നോട് പറയും, ധൈര്യമായിരുന്നോ, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അതിലൊരു മാറ്റം പോലും വരുത്താതെ നീ അത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ദിവസത്തിൽ നീ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. പപ്പയ്ക്കും മമ്മിക്കും അരുണിനും ഒത്തിരി നന്ദി. എൻ്റെ മാളിയേക്കൽ തേക്കാനത്ത് കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കുകയാണ്. എനിക്ക് കാവലായി, കരുതലായി, ബലമായി കൂടെ നൽകുന്ന, എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന അമ്മയ്ക്കും അച്ചാച്ചന്മാർക്കും ആൻറ്റിമാർക്കും പേപ്പന്മാർക്കും മേമ്മമാർക്കും ചേട്ടന്മാരും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുപ്പട്ടത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തവർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ഈ തിരുപ്പട്ടത്തിനായി സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പല ഭാഗങ്ങളിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും, എല്ലാ സന്മനസ്സുകൾക്കും ഒത്തിരി നന്ദി. ആരെങ്കിലും പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.